ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മുൻപിലെത്തുവാൻ ദൈവം തന്ന വലിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കട്ടെ. 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: അവൻ ഗെനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാം എന്നുള്ള ഹൃദയത്തിൽ ഒരു തിരക്കുണ്ടാകട്ടെ. അനേക കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേക കാര്യങ്ങളിലൂടെ അനേക കാര്യങ്ങൾ ഹല്ലേലൂയ മുന്നോട്ട് ചെയ്യുവാൻ ഹല്ലേലൂയ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ വെപ്രാളപ്പെട്ടിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കേണ്ടത്, നിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചനയിലൂടെ നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ടത് ആവശ്യകതയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുകയാണ്: അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. പുരുഷാരം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ, തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു നോക്കുകയാണ് 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത്. യേശു കാണുകയാണ് നസറേനായ യേശുക്രിസ്തു. ഈ പകൽക്കാലം ആ പടകിനെ കണ്ട ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ജീവിത യാത്രയിൽ അനേക പ്രതിസന്ധികളും ആഞ്ഞടിക്കുമ്പോൾ, ആരും കാണാതിരിക്കുമ്പോൾ, ആരും നോക്കാതിരിക്കുമ്പോൾ ഈ പടകിനെ കണ്ട ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മെനഞ്ഞ ദൈവം, ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട ദൈവം, ഈ പടകിനെ, ചെറുപടകിനെ, 2 പടകിനെ കണ്ടെങ്കിൽ ദൈവം നിന്നെയും കാണും, നിൻ്റെ ജീവിത അവസ്ഥയെ കാണും, നിൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കാണും, നിൻ്റെ ജീവിതത്തിലെ രോഗങ്ങളെ കാണും. ആ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വിശ്വസിച്ചാട്ടെ, ഈ പകൽക്കാലം ദൈവം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഈ വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ആ 2 പടക് കണ്ടതുപോലെ നിൻ്റെ ഹൃദയത്തെ കാണുന്ന ദൈവമുണ്ട്, നിൻ്റെ ശരീരത്തെ കാണുന്ന ദൈവമുണ്ട്, നിൻ്റെ പ്രതിസന്ധികളെ കാണുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ പടക് കണ്ട് യേശുക്രിസ്തു കണ്ടു കഴിഞ്ഞ് മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയാണ്. മീൻ പിടിക്കുന്നവർ ഈ പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയാണ്. പ്രിയ മക്കളെ, എന്തിനാണ് വല കഴുകുന്നത്? അത് വൃത്തിയാക്കുകയാണ്. ചിലപ്പോൾ ആ വലയിൽ ഒന്നും കിട്ടിക്കാണത്തില്ല, വേസ്റ്റുകൾ കാണും, വല നന്നാക്കേണ്ട അവസ്ഥകൾ കാണും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട വേലകൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ കഴുകണം. യേശുക്രിസ്തു രക്തത്താൽ കഴുകണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ കുറ്റങ്ങളാണ്, കുറവുകളാണ്, എന്തൊക്കെ വേസ്റ്റുകളാണ് നിറഞ്ഞിരിക്കുന്നത്, അശുദ്ധികൾ, ദൈവത്തിന് ഹിതമല്ലാത്ത വാക്കുകൾ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ചിന്തകൾ, അതെല്ലാം നമ്മൾ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാൻ കഴിയുവാനിടയാകും.